മീഡിയം ടാൻ ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ 10 ഡിഫറെൻറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ബ്രൗൺ അണ്ടർടോൺസ് ഉള്ള പീച്ചി, പിങ്കി ആൻഡ് കുറച്ച് ഡീപ്പർ ഷെയ്ഡ്സ് ഒക്കെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനലിലുള്ള മറ്റ് വീഡിയോസും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റിലേറ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ചാനൽ. ഞാൻ ലിപ്സ്റ്റിക്സ് സ്വാച്ച് ചെയ്തുകൊണ്ടുള്ള ഡിഫറെൻറ്റ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പോൾ 1-2 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എവറി ഡേ ലിപ് ഷെയ്ഡ്സ് വേണം, ബ്രൗൺ ഷെയ്ഡ്സ് വേണം, പക്ഷേ ഡീപ്പ് ചോക്ലേറ്റി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഈസ് വാട്ട് ടുഡേയ്സ് വീഡിയോ ഇസ് ഓൾ അബൌട്ട്. ഡിഫറെൻറ്റ് ഫോർമുലാസ് ആൻഡ് ടെക്സ്ചേഴ്സിലുള്ള ലിപ്സ്റ്റിക്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മാറ്റ്സ് ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്, ലിപ് മൂസസ് ഉണ്ട്. സോ നിങ്ങളുടെ ലിപ്സിന് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. മോസ്റ്റ്ലി എവറിത്തിങ് ഇസ് അണ്ടർ 500. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഫസ്റ്റ്, ഇന്ന് ഞാൻ ലിപ്സ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിമ്പിൾ എവറി ഡേ മേക്കപ്പ് ഇട്ടിട്ടുള്ള ഒരു ഫേസിൽ തന്നെയാണ്. ദാറ്റ് ഈസ് കൺസീലറും കോമ്പാക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബെയർ സ്കിന്നിലോ അല്ലെങ്കിൽ വിതൗട്ട് മേക്കപ്പ് ലുക്കിലല്ല ഞാൻ ഇന്ന് ലിപ്സ് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ദാറ്റ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, എനിക്ക് പേഴ്സണലി ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലിപ്സിന് ആ ഒരു പെർഫെക്റ്റ് ലൈൻ്റെ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ലിപ്സ്റ്റിക് ലുക്ക് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചില ഷെയ്ഡ്സ് ഞാൻ വിത്ത് ലിപ്പ് ലൈനർ ആണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്പ് ലൈനർ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ചെസ്റ്റ്നട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇനഫ് ഓഫ് ടോക്കിംഗ്, നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ്, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ്പ് ക്രീമാണ് ഇൻ ദി ഷെയ്ഡ് 58. ഇനി ഇതിൻ്റെ ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. മോർ ഓഫ് പീച്ച് ഐ വുഡ് സേ. ബ്രൗൺ, ലൈറ്റായിട്ടൊരു ബ്രൗൺ അണ്ടർ ടോൺ വരുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് വെരി പ്രോമിനൻറ്റ്. ലിപ്പ് ലൈൻ ചെയ്തിട്ടുള്ള ലുക്കാട്ടോ ഇത്. സോ ഐ എം മെൻഷനിങ് ദാറ്റ് ടു. എനിവേ, ഞാൻ ഹാൻഡ് സ്വാച്ചസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഫോർമുലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ലിപ്പ് മൂസ് കൈൻഡ് ഓഫ് ഫോർമുലയാണ്. ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ ഓൺ ദി ലിപ്സ്. റീഅപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അപ്ലൈ ചെയ്ത് കുറച്ച് നേരം സെറ്റായി കഴിഞ്ഞാലും ഇത് ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ കളർ ഉണ്ട്. സൂപ്പർ ഡൂപ്പർ പിഗ്മെൻറ്റഡ് അല്ല, പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവാണ്, പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് ഷെയ്ഡ് ഫോർ എവറി ഡേ യൂസ് ഐ വുഡ് സേ. ലോഞ്ചിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിവെയർ ഇൻ ബിറ്റ്വീൻ 2 to 3 hours നിൽക്കും. പക്ഷേ ഇത് റീഅപ്ലൈ ചെയ്യാൻ ഈസി ആയതുകൊണ്ട് തന്നെ ഐ ഡു നോട്ട് മൈൻഡ്. നല്ല സോഫ്റ്റ് മൂസി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആയതുകൊണ്ട് ഈസിലി നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലിപ്സിൽ നല്ല കംഫർട്ടബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ഡ്രൈയിങ് അറ്റ് ഓൾ. സെക്കൻഡ് ഷെയ്ഡ് ഇസ് ദിസ് വൺ. ഇതിനു മുന്നേ ഞാൻ ഈ ചാനലിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ദിസ് ഈസ് എർത്ത് റിതം എയറി വെരി ലിപ്പ് മൂസ് ഇൻ ദി ഷെയ്ഡ് 02 ട്രാവലി. ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പീച്ചി, ലൈറ്റ് ഒരു പിങ്ക് ആൻഡ് ലൈറ്റായിട്ടൊരു ബ്രൗൺ കൂടെ കാണുന്ന ഒരു ഷെയ്ഡാണ്. ഇറ്റ് ഈസ് റിയലി നൈസ് ഷെയ്ഡ്. എനിക്കിത് ലിപ്പ് ലൈനർ ഇടാതെയും പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ലിപ്പ് ലൈനർ ഇട്ടാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ്. ആസ് എ നെയിം സജസ്റ്റ്, ഇതൊരു ലിപ്പ് മൂസ് ആണ്. സോ ഒരു മൂസി കൈൻഡ് ഓഫ് ഫോമുലയാണ് ഇതിനുള്ളത്. വെരി വെരി കംഫർട്ടബിൾ ഓൺ ദി ലിപ്പ്. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമുല തന്നെയാണ്. ലൈറ്റായിട്ട് ഇത് ട്രാൻസ്ഫർ ആവും, യെസ്, പക്ഷേ ഈസിലി റീഅപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഫോമുല ആയതുകൊണ്ട് തന്നെ ഐ ഡു നോട്ട് മൈൻഡ് ദാറ്റ്. എഗെയിൻ ഇതൊരു 3 to 4 hours വരെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ലൈറ്റായിട്ടൊന്ന് ഫെയ്ഡ് ആവും, ബട്ട് ഇറ്റ് ഫെയ്ഡ്സ് റിയലി നൈസ്ലി. ഇന്നർ കോർണേഴ്സിൽ ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ട് ഔട്ടർ കോർണറിൽ മാത്രം നിൽക്കുക, അങ്ങനെയല്ല. കുറച്ച് ഈവൻലി ആണ് ഇത് ഫെയ്ഡ് ആവുക. അധികം ഒരു വൃത്തിയോടൊന്നും തോന്നില്ല ഇത് ഫെയ്ഡായാൽ തന്നെ. പിന്നെ ഇങ്ങനെ ലിപ്സ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കൊന്നുകൂടെ സ്പ്രെഡ് ചെയ്യാനും പറ്റും. സോ ദാറ്റ്സ് ഓൾസോ റിയലി നൈസ് തിങ്. ഇത് ലിപ്സിന് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. സോ ഡ്രൈ ചാപ്പ് ലിപ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ. തേർഡ് ഷെയ്ഡ് മാസിൽ നിന്നുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലിപ്പ് മിസ്റ്റ് ആണ് ഫ്രം മാസ് കോസ്മെറ്റിക്സ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ഫോമുലയാണ്. ഞാൻ ഇതും ഇനി മുന്നേ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ വെരി നൈസ് ഫോമുല. ഐ റിയലി ലവ് ദിസ് ഫോമുല. ഇതിൻ്റെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എൻ്റെ ഉണ്ട്. ആൻഡ് ദിസ് വൺ ഇസ് ഇൻ ദി ഷെയ്ഡ് 03 ഷുവർ വൈ നോട്ട്. ഇത് അഗെയിൻ ഒരു പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, വിച്ച് ഇസ് റിയലി നൈസ് ഫോർ എവറി ഡേ യൂസ്. ഇപ്പം ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ലിപ്പ് ലൈനർ ഇടുമ്പോഴാണ് തോന്നാറ്. ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്ന ഒരു ജെല്ലി മൂസ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഇറ്റ്സ് വെരി യുണീക്ക്. ഞാൻ വേറെ ഒരു ലിപ്സ്റ്റിക്കിലും കാണാത്ത തരം ഒരു ഡിഫറെൻറ്റ് യുണീക്ക് ആയിട്ടുള്ള ഫോമുലയാണ് ഇതിനുള്ളത്. ഭയങ്കര ബെയർ മിനിമം ട്രാൻസ്ഫർ മാത്രമേ ഇതിനുള്ളൂ, വിച്ച് ഇസ് എ റിയലി നൈസ് തിങ് ഐ ഫീൽ.
അഗെയിൻ ഇതൊരു ഡീസെൻ്റ്ലി പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക് ആണ്. ഇറ്റ്സ് നോട്ട് ടൂ പിഗ്മെൻറ്റഡ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ടിൻറ്റ് നമ്മുടെ ലിപ്സിൽ പ്രൊവൈഡ് ചെയ്യും. ഐ വുഡ് സേ ആസ് സച്ച് ഇതൊരു 3 to 4 hours നിൽക്കും. പക്ഷേ ഇത് ഫേഡ് ഔട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു ടിൻറ്റ് ഉണ്ടാവും, വിച്ച് ഇസ് എ റിയലി നൈസ് തിങ്. അപ്പം കംപ്ലീറ്റ്ലി അത് മാഞ്ഞു പോവില്ല എന്നതിൻ്റെ അർത്ഥം. പിന്നെ ഇത് റീഅപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എപ്പോഴും എൻ്റെ ബാഗിൽ കൊണ്ടു നടക്കാറുണ്ട്. ബിക്കോസ് ഏത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അത് ഫേഡ് ഔട്ട് ആയാലും ഞാൻ അതിൻ്റെ മുകളിൽ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി ടു റീഅപ്ലൈ ആൻഡ് ടിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ് ലൈക്ക് എ ബോണസ് പോയിന്റ് ടു. ഫോർത്ത് ലിപ്സ്റ്റിക് ഫ്രം ദി ലോട്ട് ഇസ് ദിസ് വൺ. ഇത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് ലിപ്സ്റ്റിക് ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് പ്രിറ്റി ഫേമസ് ഐ വുഡ് സേ. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 62 ഇറിസിസ്റ്റിബിൾ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു ഗ്ലോസി ഫിനിഷ് തരുന്ന ഒരു ഫോമുലയാണ്, പക്ഷേ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ പ്രൂഫ്. ഇത് എന്തുകൊണ്ടാണ് യുണീക്ക് ഫോമുല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലോസി ഫിനിഷ് തരുന്ന ലിപ്സ്റ്റിക് ഒക്കെ പൊതുവേ എപ്പോഴും ട്രാൻസ്ഫർ ആവും. പക്ഷേ ഇത് ഗ്ലോസി ഫിനിഷ് തരുകയും ചെയ്യും, അറ്റ് ദി സെയിം ടൈം ഇത് ട്രാൻസ്ഫർ ആവുകയോ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത് തന്നെ. എഗെയിൻ ഇതൊരു പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ ടിൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു അണ്ടർടോൺ ബ്രൗൺ ഉണ്ട്, വിച്ച് ഇസ് റിയലി നൈസ്. എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എഗെയിൻ ഐ ലൈക്ക് ഇറ്റ് വിത്ത് എ ലിപ് ലൈനർ മോർ, ഓർ ഒരു വേറെ ഏതെങ്കിലും ഒരു ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഞാനൊന്ന് ലൈൻ ചെയ്തിട്ട് പിന്നെ നടുക്ക് ഫില്ല് ചെയ്യാനൊക്കെയാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടം. ഫോമുല യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്, യെസ് ഐ അഗ്രി. പക്ഷേ ദിസ് വൺസ് ഫോമുല ഇസ് നോട്ട് മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ ബിക്കോസ് ഇത് കുറച്ചൊരു സ്റ്റിക്കി ആട്ടോ. ഇതുണ്ടോ, കുറച്ചൊരു സ്റ്റിക്കി ഫിനിഷ് ഇതിനുണ്ട്. സോ ദാറ്റ് ഇസ് ലൈക്ക് എ ബമ്മർ. പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് തന്നെയാണ്. സ്റ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ലോങ് ലാസ്റ്റിംഗ്. 4 to 5 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. പക്ഷേ ഈ ഒരു സ്റ്റിക്കിനെസ് മാത്രമാണ് ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ കാണുന്നത്. ഷെയ്ഡ് ഇസ് ഓൾസോ റിയലി നൈസ്. മീഡിയം ടു ടാൻ സ്കിൻ ടോണുകാർക്കൊക്കെ അടിപൊളിയായിട്ട് ചേരുന്നൊരു ഷെയ്ഡായത്. ഇത് എബവ് 500 ആണ്. പക്ഷേ എഗെയിൻ നിങ്ങൾക്ക് ഓഫർ ടൈമിലൊക്കെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 500, 600 ആ ഒരു റേഞ്ചിൽ എന്തായാലും കിട്ടും കേട്ടോ. സോ അങ്ങനെ ഒരു ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങളൊരു ഗ്ലോസി ഓർ ഒരു ഷൈനി ലിപ്സ്റ്റിക് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻച്വലി ആ ഗ്ലോസ് ഒന്ന് മ്യൂട്ടഡ് ആവും. ദാറ്റ് ഇസ് ഇനീഷ്യലി നമ്മൾ ഇടുമ്പോൾ ഉള്ള ആ ഒരു ഷൈൻ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലോസി ഫിനിഷ് പിന്നീട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഉണ്ടാവില്ല. അതൊന്ന് ടോൺ ഡൗൺ ആവും. ബട്ട് സ്റ്റിൽ ഒരു ക്രീമി ലിപ്സ്റ്റിക് ഇട്ടാൽ നമുക്കൊരു സാറ്റിൻ മാറ്റ് ഫിനിഷ് കിട്ടുള്ളൂ. അതുപോലത്തെ ഒരു ഫിനിഷാണ് പിന്നീട് ഉണ്ടാവുക. ഫിഫ്ത്ത് ലിപ്സ്റ്റിക് ഇതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇൻ ദി ഷെയ്ഡ് 11 ചോക്കോ ലാവ. ഇത് അഗെയിൻ ഒരു പീച്ചി പിങ്കി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്ത് സ്ലൈറ്റ് ബ്രൗൺ അണ്ടർടോൺ. പക്ഷെ ഇതൊരു ബ്രൈറ്റ് ഷെയ്ഡ് ആട്ടോ. കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ചാണ് ഇതിലുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത പോലെ കാണുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. എനിക്കിത് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് ഇടാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ലൈറ്റായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോമുലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൽ വരുന്ന ഒരു മാറ്റ് ഫോമുലയില്ല, അതുപോലത്തെ ഒരു ഫോമുലയാണ്. ടിപ്പിക്കൽ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. പിന്നെ ആസ് എ നെയിം സജസ്റ്റ് ഇത് ട്രാൻസ്ഫർ പ്രൂഫും ആണ്. നത്തിങ് ട്രാൻസ്ഫേഴ്സ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ബട്ട് ദിസ് ഇസ് മാറ്റ്. സോ മാറ്റ് ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ ലിപ്സിൽ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സൂട്ട് ആവുള്ളൂ. ചെറുതായിട്ട് ഡ്രൈയിങ് ആണ്. സ്ലൈറ്റ്ലി നമ്മുടെ ലിപ്സിലെ ക്രാക്സ് ഒക്കെ ഒന്ന് കാണുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈയിങ് ആട്ടോ. നമ്മൾ ലിപ്സ് നല്ലപോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ പുൾ ഇറ്റ് ഓഫ്. പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണിത്. ഡാർക്ക് ലിപ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ ലിപ്സ് എന്തായാലും നല്ലപോലെ കവർ ചെയ്യും കേട്ടോ. ഡാർക്ക്നെസ് ഒന്നും കാണത്തില്ല. ലോഞ്ചിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5 to 6 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ഓയിലി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ പെട്ടെന്ന് ഫേഡ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. അതർ ദാൻ ദാറ്റ് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇറ്റ്സ് റിയലി അഫോർഡബിൾ ടു. അപ്പം അഫോർഡബിൾ ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണിത്. 6th ഷെയ്ഡ് ഇതാണ്. എഗെയിൻ ഒരു പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് കാറ്റ് ലിപ്പ് ക്രയോൺ ആണ്. ഇൻ ദി ഷെയ്ഡ് 03 ബ്രിക്ക് ഷെൽ. സോ എഗെയിൻ
ഇതൊരു ബ്യൂട്ടിഫുൾ പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. മീഡിയം സ്കിൻ ടോണിൻ്റെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ലിപ് ലൈനർ യൂസ് ചെയ്യാം. ഞാനൊരു ടാൻഡ് സ്കിൻ ടോൺഡ് പേഴ്സൺ ആണ്. എനിക്കിത് യൂസ് ചെയ്യാം, പക്ഷേ അഗെയിൻ എനിക്കിത് ലിപ് ലൈനർ വെച്ചിട്ടാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇപ്പം ഞാൻ ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, കുറച്ചുകൂടെ ഒരു പീച്ചി ഷെയ്ഡാണ്. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഗെയിൻ ഇതൊരു മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ആവുമോ എന്ന് ചോദിച്ചാൽ നോ, ട്രാൻസ്ഫർ ആവില്ല. സോ ഇതൊരു ട്രാൻസ്ഫർ പ്രൂഫ് ഫോമുലയാണ്. സോ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. 5 to 6 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. ആസ് ഐ സെഡ്, ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നടുക്കൊന്ന് ഫേഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈക്ക് എവറി മാറ്റ് ഫോമുല സ്ലൈറ്റ്ലി ഡ്രൈയിങ് ആണ്, നോട്ട് ടു മച്ച്, പക്ഷേ സ്ലൈറ്റ്ലി ഒന്ന് ഡ്രൈയിങ് ആണ്. ക്രാക്സ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കും. സോ ദാറ്റ് ഈസ് ദെയർ. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ലിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ്. ഓർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ റിയലി ഹൈഡ്രേറ്റ് യുവർ ലിപ്സ്. നല്ലൊരു ലിപ് ബാം ഒക്കെ ഇട്ട് ഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പ്രൈസ് പോയിന്റിന് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തത് ദി ക്ലാസിക് OG ലിപ് ഷെയ്ഡാണ്. ഇറ്റ് ഇസ് ദിസ് വൺ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാ ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇൻ ദി ഷെയ്ഡ് ഗിവ് മീ മോക്ക. ഇതിൻ്റെ ഫോമുലയുടെ കാര്യം പറയുമ്പോൾ ദി ക്ലാസിക് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഫോമുലയാണ്. തിന്നാണ്, കുറച്ചുകൂടെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ലൈക്ക് എ വെരി യുണീക്ക് ഷെയ്ഡ് ഐ വുഡ് സേ. എനിക്കിത് കുറച്ചുകൂടെ ഒരു ബ്രൗൺ അണ്ടർ ടോൺസ് ഉള്ള ഒരു പീച്ചി ഷെയ്ഡായിട്ടാണ് കാണുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഫെയറർ സ്കിൻ ടോണിലുള്ളവർ ഇത് ഇടാൻ നേരത്തുണ്ടല്ലോ, കുറച്ചൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡായിട്ടാണ് അവർക്ക് കാണുക. എൻ്റെ ഫ്രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ്. അവൾ അത് അപ്ലൈ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ ബ്രൗൺ ടോൺഡായിട്ടാണ് തോന്നുക. പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു പീച്ചി ടോൺഡായിട്ടാണ് തോന്നുക. സ്കിൻ ടോൺസ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് വരുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇതിൻ്റെ ഫോമുല കുറച്ചൊരു തിൻ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ആസ് ഓൾ ദി മാറ്റ് ലിപ്സ്റ്റിക് സ്ലൈറ്റ്ലി ഡ്രൈയിങ് ആണ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് ഇഷ്യൂ. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് സ്ലൈറ്റ്ലി ഡ്രൈയിങ് ആയാലും വലിയ കുഴപ്പമില്ല. ഐ എം ഓക്കെ വിത്ത് ഇറ്റ് ബിക്കോസ് ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഫാനാണ് കേട്ടോ. എഗെയിൻ ഇതും നല്ലൊരു ഡാർക്ക് ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബ്യൂട്ടിഫുൾ. പക്ഷേ ആസ് സച്ചും ഒരു ന്യൂഡ് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓഫ് കോഴ്സ് ട്രാൻസ്ഫർ ആകത്തില്ല. ഇതൊരു കംപ്ലീറ്റ്ലി മാറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. സോ ദർ ഇസ് നോ ട്രാൻസ്ഫർ. ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. ഒരു 4 to 5 hours മേ ബി ഒരു 6 hours വരെയൊക്കെ ഇത് സുഖമായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് സ്ലൈറ്റായിട്ട് ഫെയ്ഡ് ആവും. പക്ഷേ കുറച്ചുകൂടി തിന്നർ ഫോമുല ആയതുകൊണ്ട് നമുക്കിത് റീഅപ്ലൈ ചെയ്യാനും അത്യാവശ്യം എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രാബ് ദിസ് വൺ. നല്ലൊരു യുണീക്ക് ഷെയ്ഡാട്ടോ. അടുത്തത് അഗെയിൻ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫോമുലാസിലുള്ള ലിപ്സ്റ്റിക് ആണ്. ലിപ് മൂസ് ആണ്. സ്റ്റണ്ണിങ് ഷെയ്ഡാണ്. ഇറ്റ് ഇസ് ദിസ് വൺ. ഇത് ലാക്മേ അബ്സല്യൂട്ട് ലിപ് മൂസ് ആണ് ഇൻ ദി ഷെയ്ഡ് ചോക്ലേറ്റ് ടെംപ്ടേഷൻ. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരുവിധം എല്ലാവരും ഹൈപ്പപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ആൻഡ് ദിസ് ഷെയ്ഡ് ഡിസേർവ്സ് ദി ഹൈപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ഫോമുല ഇസ് ബ്യൂട്ടിഫുൾ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലിപ് മൂസ് ആണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഓൺ ദി ലിപ്സ്. ഷെയ്ഡ് ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡായിട്ടാണ് ഞാൻ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഹാൻഡ്സ് വാഷ് ചെയ്യാൻ നേരത്തൊക്കെ കുറച്ചുകൂടെ ഒരു ബ്രൗൺ ആയിട്ട് തോന്നും. ഫെയർ സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ഇടുന്ന നേരത്ത് കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ട് തോന്നും. പക്ഷെ എന്നെ പോലെ ഒരു ടാൻ മീഡിയം സ്കിൻ ടോണൊക്കെ ഉള്ളവരിടുമ്പം കുറച്ചുകൂടെ ഒരു പീച്ചി ബ്രൗൺ ആയിട്ടാണ് തോന്നുക. ദിസ് ഇസ് ദി ഷെയ്ഡ്. ഇത് വിത്ത് ഓർ വിത്തൗട്ട് ലിപ് ലൈനറും ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. സ്ലൈറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും, വെരി സ്ലൈറ്റ്ലി, ബട്ട് ഇറ്റ്സ് നോട്ട് എ വെരി ഹ്യൂജ് തിങ് ബിക്കോസ് ലിപ് മൂസസ് ആർ ഓൾവേസ് വെരി ഈസി ടു റീഅപ്ലൈ. അപ്പം അതൊരു വലിയ പ്രശ്നമാവത്തേ ഇല്ല. ജനറലി ഒരു 3 to 4 hours ഒക്കെയാണ് ഇത് ലാസ്റ്റ് ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീഅപ്ലിക്കേഷൻ ഇസ് വെരി ഈസി വിത്ത് ദിസ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ കളർ പേ ഓഫ് തരുന്നൊരു ലിപ്സ്റ്റിക് ആണ്. നിങ്ങളുടെ ഡാർക്ക് ലിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ബിക്കോസ് ആ ഡാർക്ക് ലിപ്സിനൊക്കെ മാസ്ക് ചെയ്യുന്നൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ, തീരെ ഡ്രൈയിങ് അല്ല. സോ ഡ്രൈ ലിപ്സ് ഒക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോമുലയാണ്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ കളർ ടു. സോ ഹൈലി റെക്കമെൻഡ് ദിസ്. ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന 2 ഷെയ്ഡ്സും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ബിക്കോസ് ദീസ് ആർ എ ലിറ്റിൽ ഡീപ്പർ ഷെയ്ഡ്സ്. കുറച്ച് ഡീപ്പായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. പക്ഷേ ബ്രൗൺ ഡീപ്പ് ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിക്ക് ചേരുന്ന ഷെയ്ഡാണ്. ഈവൻ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന 2 ഷെയ്ഡ്സാണ് ഞാൻ ലാസ്റ്റ് 2 കാണിക്കാൻ പോകുന്നത്.
ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന 9th ഷെയ്ഡ് ഇസ് മൈ റീസെൻറ്റ് ലവ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് പ്ലമ്മിൻ്റെ ഡെർമ ഹ്യൂസ് റേഞ്ചിൽ നിന്നുള്ള വെൽവെറ്റ് ഹേസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതെൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് എന്ന് പറയാം. ബിക്കോസ് കറൻ്റ്ലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. റീസെൻ്റ്ലി പ്ലമ്മിൽ ഒരു ഓഫർ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഓഫർ ടൈമിൽ ഞാൻ പ്ലമ്മിൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ്. പ്ലമ്മിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു ഇത്. ആസ് എ നെയിം സജസ്റ്റ് ഇതൊരു വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ടെക്സ്ചറും ഒരു വെൽവെറ്റി മാറ്റ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് ട്രാൻസ്ഫർ പ്രൂഫ്. അത്യാവശ്യം ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, നോട്ട് ടു മച്ച്, പക്ഷെ എന്നാലും ട്രാൻസ്ഫർ ആവുന്നുണ്ട് കേട്ടോ. ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ അണ്ടർടോൺ ഉള്ള, കുറച്ച് ബ്രൗൺ നല്ലപോലെ എടുത്ത് നിൽക്കുന്ന, പക്ഷെ അന്ന് അതിൽ ലൈറ്റായിട്ടൊരു പിങ്കും ലൈറ്റ് ഒരു റെഡും ഒക്കെ മിക്സറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഇറ്റ് ഈസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഇതുപോലത്തെ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ച് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വാവ്, ദിസ് ഈസ് ലൈക്ക് മൈ കൈൻഡ് ഓഫ് ഷെയ്ഡ്. അതുപോലത്തെ ഒരു ഷെയ്ഡാണിത്. എനിക്കിതുപോലത്തെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. എവറി ഡേ യൂസിനാണെങ്കിലും ഐ പ്രിഫർ ദീസ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ്. അപ്പം എൻ്റെ ഫേസിന് കുറച്ചൊരു ബ്രൈറ്റനിങ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. നല്ലൊരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പം ഡാർക്ക് ലിപ്സ് ഉള്ളവർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റേയിങ് പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. ഒരു സാറ്റിൻ മാറ്റ് ലിപ്സ്റ്റിക്സിന് ജനറലി അങ്ങനെയാണ്, കുറച്ചൊരു സ്റ്റേയിങ് പവർ കുറവായിരിക്കും. 3 to 4 hours ഒക്കെ നിൽക്കും. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഫേഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2 to 3 hours ഫേഡ് ഔട്ട് ആവും. പക്ഷേ ഇത് കംഫർട്ടബിൾ ആണ് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഹ്യൂജ് പ്രോബ്ലം ഐ തിങ്ക്. സോറി, ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മെൻഷൻ ചെയ്തില്ലല്ലേ. ഇറ്റ് ഇസ് 04 ബോൾഡ് ബ്രിക്ക്. നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾ ടാൻ, ഡീപ്പ്, ഡസ്കി സ്കിൻ ടോണൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിൽ ഇത് പറ്റുകയാണെങ്കിൽ സെയിൽ ടൈമിലൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. യു വിൽ ലവ് ഇറ്റ്. എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് പ്ലസ് വൺ ഓഫ് മൈ മോസ്റ്റ് യൂസ്ഡ് ലിപ്സ്റ്റിക് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇറ്റ് ഈസ് സ്വിസ് ബ്യൂട്ടി HD മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദി ഷെയ്ഡ് ബ്രാൻഡി ഹാരിങ്ടൺ. ഇതും അത്യാവശ്യം നല്ലപോലെ ഹൈപ്ഡ് അപ്പ് ആയിട്ടുള്ള നല്ല ഫേമസ് ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഡിസേർവ്സ് ഓൾ ദി ഹൈപ്പ് ഐ വുഡ് സേ. ഞാൻ ഇതിന് മുന്നേ കാണിച്ച ഷെയ്ഡായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ ദിസ് ഈസ് കൈൻഡ് ഓഫ് യുണീക്ക് ടു. ഇത് നല്ലൊരു ബ്രൗൺ ഡെപ്ത് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഒരു മിക്സ് ഓഫ് പിങ്ക് ഉണ്ട്, ഒരു മിക്സ് ഓഫ് റെഡ് ഉണ്ട്. ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കുറച്ചുകൂടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഷെയ്ഡ്. ഡസ്കി, ടാൻ ഓർ ഡീപ്പ് സ്കിൻ ടോണൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാട്ടോ. ഫോർമുല വൈസ് പറയുകയാണെങ്കിൽ ഇതൊരു മാറ്റ് ഫോർമുലയാണ്. പക്ഷേ ഒരു കംഫർട്ടബിൾ മാറ്റ് ഫോർമുലയാണ്. സ്ലൈറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ബിക്കോസ് ഇത് റീഅപ്ലൈ ചെയ്യാൻ അത്യാവശ്യം എളുപ്പമാണ്. പക്ഷേ ട്രാൻസ്ഫർ ആയാൽ പോലും ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. 3 to 4 hours ഒക്കെ ഇത് സുഖമായിട്ടിരിക്കും. നല്ല പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഫോർമുലയാണ്. അടിപൊളി കളറാണ്. ഇറ്റ് ടിക്സ് ഓഫ് ഓൾ മൈ റിക്വയർമെൻറ്റ്സ്. ലിപ്സ്റ്റിക്സിൻ്റെ കാര്യം വരുമ്പം കുറച്ചൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ആയാൽ ഐ ഡു നോട്ട് മൈൻഡ്. 1-2 തവണ ലൈറ്റായിട്ടൊന്ന് ബ്ലോട്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ഫോർവേഡ് ചെയ്യും. ഐ ഡു നോട്ട് മൈൻഡ് ഇറ്റ് ട്രാൻസ്ഫറിങ് ദാറ്റ് മച്ച്. ലോഞ്ചിവിറ്റിയുടെ കാര്യം ഐ എം നോട്ട് ലൈക്ക് സൂപ്പർ ലോങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ എടുത്തുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളല്ല ഞാൻ. ഇഫ് ദി ഷെയ്ഡ് ഈസ് ബ്യൂട്ടിഫുൾ, ഇഫ് ദി ഫോർമുല ഈസ് കംഫർട്ടബിൾ, കുറച്ച് പെട്ടെന്ന് അത് ഫേഡ് ഔട്ട് ആയാലും ഐ ഡു നോട്ട് മൈൻഡ് റീഅപ്ലൈയിങ്. അതുകൊണ്ട് ചില ഷെയ്ഡ്സ് ഒക്കെ ഈവൺ ഇഫ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ്, ഈവൺ ഇഫ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ലോങ് ലാസ്റ്റിംഗ്, ദോസ് ആർ മൈ ഫേവറേറ്റ്സ് ബിക്കോസ് ദി ഷെയ്ഡ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഡീപ്പ് ഡസ്കി ടാൻ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും. നമുക്ക് ചേരുന്ന, നമുക്ക് സൂട്ടാവുന്ന അല്ലെങ്കിൽ നമ്മളെ ഫേസിനൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അതുപോലത്തെ ഷെയ്ഡ് കിട്ടുമ്പോൾ ബാക്കി ഫാക്ടേഴ്സൊക്കെ ഐ ജസ്റ്റ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇഫ് ദി ഷെയ്ഡ് ഈസ് ബ്യൂട്ടിഫുൾ ഐ എം ഹാപ്പി. I would highly recommend you guys ഈ ഷെയ്ഡ് ഇൻ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ പ്ലീസ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളൊരു ലിപ്സ്റ്റിക് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഷെയ്ഡാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ഡൗൺ ആൻഡ് ലെറ്റ് മീ നോ യുവർ സജഷൻ. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്, കുറച്ചുകൂടി കൂൾ ടോൺഡ് ആയിട്ടുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. വേറെ എന്തെങ്കിലും അതർ ഷെയ്ഡ്സ് ലൈക്ക് പിങ്ക്സ് ഓർ റെഡ്സ് ഒക്കെ ഷെയർ ചെയ്യണമെന്നാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ലെറ്റ് മീ നോ. എൻ്റെ കയ്യിലുള്ള കളക്ഷനിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും